നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരാൾ വാസ്തവത്തിൽ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ട് കൂടിയില്ല. നമുക്കറിയാം സ്വപ്നം യാഥാർത്ഥ്യമല്ല. ഒരാൾ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ട് പേടിച്ചുറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് കരഞ്ഞിട്ട് പോലും ആൾക്കാർ എഴുന്നേൽക്കാറുണ്ട്. എഴുന്നേൽക്കുന്ന സമയത്ത് ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന അടുത്ത സെക്കൻഡിൽ അതുവരെ കാര്യം നടക്കുന്നത് ഫിസിക്കലായിട്ടൊരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നേ ഇല്ല. പക്ഷേ സ്വപ്നം കണ്ട് ഉണരുന്ന അടുത്ത മുഹൂർത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ വിറയ്ക്കാൻ എന്ത് തുടങ്ങിയത്? ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി നടന്നിട്ടില്ലല്ലോ. ഒരു സെക്കൻഡിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പം ഒരു സെക്കൻഡിൻ്റെ പോലും ഫ്രാക്ഷൻസ് ഇല്ലാതെ അത് പ്രകമ്പനങ്ങളായിക്കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുകയാണ്. അത് എന്ത് എനർജി എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടോ അത് അതേ രീതിയിൽ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ അതാണ് നമ്മളായിത്തീരുന്നതെന്ന്. അതുകൊണ്ട് ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാനായാൽ, ചിന്തകളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചിന്ത ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അഥവാ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൈക്കുള്ളിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലെ പെർസിവിയറൻസ് മൈൻഡ് എന്ന് പറയും, ദൃഢതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യത്തിൽ എത്തിച്ചേരാനതായിരിക്കുന്ന ശക്തി. ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കയറിക്കൊണ്ട് എന്തൊക്കെ ഹഡിൽസ് വന്നാലും അതിനൊക്കെ ചാടിക്കടന്നുകൊണ്ട് ലൈഫിലെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ളതായിട്ടുള്ള ശക്തി, അതാണ് നമ്മുടെ മൈൻഡ് പവർ അഥവാ സങ്കല്പത്തിൻ്റെ ശക്തി എന്ന്. അതെങ്ങനെ ആർജിക്കാം? നാളെ നമുക്ക് കാണാം.